സിനിമേന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം നമുക്ക്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. എമ്പുരാൻ സിനിമ നമ്മുടെ ലാലേട്ടനെ തന്നെ എക്കാലത്തെ മികച്ച സിനിമയായി മാറാൻ പോവുകയാണ്. ഒരു ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലോട്ടാണ് എമ്പുരാൻ സിനിമ കടക്കാൻ പോകുന്നത്. ഈവൻ ലൂസിഫർ സിനിമേന്റെ കേരള ബോക്സ് ഓഫീസിലെ ഫൈനൽ കളക്ഷൻ വരെ മറികടക്കാൻ പോവുകയാണ് നാളത്തെ കളക്ഷനും കൂടി വരുമ്പോൾ. എന്തായാലും സിനിമയുടെ കേരള ബോക്സ് ഓഫീസിനെ നമുക്ക് ആദ്യമേ പരിശോധിക്കാം. കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം ഓൾമോസ്റ്റ് 14.7 കോടി, രണ്ടാം ദിവസം 8.45 കോടി, മൂന്നാം ദിവസം ഓൾമോസ്റ്റ് 9.2 കോടി, നാലാം ദിവസം ഓൾമോസ്റ്റ് 11.2 കോടി, അഞ്ചാം ദിവസം 10.52 കോടി. അങ്ങനെ ആറാം ദിവസം നോക്കുകയാണെങ്കിൽ പോലും ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ 8 കോടി താഴത്തില്ല മക്കളെ. 8.54 കോടിയാണ് സിനിമ ആറാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച ദിവസവും സിനിമ താഴത്തില്ല മക്കളെ കളക്ഷൻ്റെ കാര്യത്തിൽ. വർക്കിംഗ് ഡേയ്സിലാണ് സിനിമ ഇത്രയും നല്ലൊരു കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. ഈവൻ വർക്കിംഗ് ഡേയ്സിൽ ഏറ്റവും നല്ല കളക്ഷൻ തീർത്ത സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ നമ്മുടെ ഒടിയനും KGF ചാപ്റ്റർ 2 എന്ന സിനിമയും അതുപോലെ തന്നെ ലിയോ സിനിമയുടെ ഞായർ കളക്ഷനൊക്കെ ആയിരുന്നു. ആ കളക്ഷനേക്കാളും ഏറ്റവും ഉയർന്ന കളക്ഷനാണ് എമ്പുരാൻ സിനിമ നേടിയെടുക്കുന്നത്. കേരള ബോക്സ് ഓഫീസിൽ സിനിമ 6 ദിവസം കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 61.62 കോടിൻ്റെ അടുത്താണ് അപ്രോക്സിമേറ്റ് ആയിട്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സിനിമ കളക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈവൻ നമ്മുടെ ലൂസിഫർ സിനിമയുടെ ഫൈനൽ റൺ കളക്ഷൻ വരെ മറികടക്കാൻ പോവുകയാണ് നാളത്തെയോ മറ്റന്നാളത്തെ കളക്ഷൻ വരുമ്പോൾ നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ. ഇനി സിനിമേൻ്റെ ഓവർസീസ് പരിശോധിക്കാൻ നമുക്ക്. 6 ദിവസം കൊണ്ട് സിനിമ ഓവർസീസിൽ മാത്രം 129 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. ഇന്ത്യയുടെ പുറത്തുനിന്ന് മാത്രം 130 കോടി എന്ന് വേണമെങ്കിൽ അപ്രോക്സിമേറ്റ് ആയിട്ട് പറയാൻ സാധിക്കും നമുക്ക്. ഓവർസീസിൽ മാത്രം സിനിമ 130 കോടി. ഇനി വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ സിനിമ 6 ദിവസം കഴിയുമ്പോൾ ഓൾമോസ്റ്റ് 219.3 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമ ഫസ്റ്റ് വീക്ക് ഓൾമോസ്റ്റ് 230 കോടി ലക്ഷ്യം വെച്ചിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കളക്ഷൻ്റെ പോക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ കുറയുന്നുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ആദ്യ ദിവസം ഓൾമോസ്റ്റ് 67 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ 34.5 കോടിയാണ്. മൂന്നാം ദിവസം നോക്കുകയാണെങ്കിൽ 35 കോടിയായിരുന്നു. നാലാം ദിവസം നോക്കുകയാണെങ്കിൽ 39.1 കോടിയായിരുന്നു. അഞ്ചാം ദിവസം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 26.2 കോടിയാണ്. ആറാം ദിവസം നോക്കുകയാണെങ്കിൽ 17.5 കോടിയാണ്. എന്തായാലും വേൾഡ് വൈഡ് കളക്ഷൻ നോക്കണ്ട, സിനിമേൻ്റെ വർക്കിംഗ് ഡേയ്സ് ആയതുകൊണ്ട് തന്നെ കളക്ഷൻ കുറയും കാരണം മെയിനായിട്ട്. എന്തായാലും നമുക്ക് വീക്കെൻഡ് കളക്ഷനിലോട്ട് വരുമ്പോൾ വലിയൊരു കളക്ഷൻ കാണാൻ സാധിക്കും നമുക്ക് സാറ്റർഡേ സൺഡേ വരുമ്പോൾ. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. നിലവിൽ സിനിമ 6 ദിവസം കൊണ്ട് 219.3 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത്. എമ്പുരാൻ സിനിമേൻ്റെ റീസെൻസേർഡ് വേർഷൻ്റെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട്. സിനിമേൻ്റെ പുതിയ റീസെൻസേർഡ് വേർഷൻ ഇന്ന് മുതലാണ് തിയേറ്റർ റിലീസ് വന്നത്. നിലവിലെ സിനിമയുടെ റീസെൻസേർഡ് വേർഷൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിൽ മാത്രമായിട്ടായിരിക്കും ലഭിക്കാൻ പോകുന്നത്, നമ്മുടെ ഇന്ത്യയിൽ മാത്രമായിട്ട്. നമ്മുടെ ഇന്ത്യയുടെ പുറത്തായിട്ട് നമ്മുടെ ഓവർസീസിലൊക്കെ സിനിമേൻ്റെ ആദ്യ പകർപ്പ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. റീസെൻസേർഡ് വേർഷൻ വരുത്തില്ല എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഓവർസീസ് മാർക്കറ്റിൽ സിനിമയുടെ ആദ്യ പകർപ്പ് തന്നെയായിരിക്കും തിയേറ്ററുകളിൽ റൺ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നല്ലൊരു പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റ്സിൽ സിനിമയുടെ റീസെൻസേർഡ് വേർഷൻ തന്നെയായിരിക്കും പ്രദർശനം ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കളക്ഷനെ അത് വലിയ രീതിയിൽ ബാധിക്കുമോ ഇല്ലയോ എന്ന്. എന്തായാലും എമ്പുരാൻ സിനിമയുടെ ഭാഗത്ത് നിന്ന് 2 കില്ലൻ അപ്ഡേറ്റ് വേറെ വന്നിട്ടുണ്ട്. സിനിമയുടെ 3-ാം ഭാഗം കൺഫേം ചെയ്തിരിക്കുകയാണ്. അത് മാത്രമല്ല അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ലോഞ്ച് ഉടൻ വരുമെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. ആൻ്റണി പെരുമ്പാവൂർ തീർച്ചയായിട്ടും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ 3-ാം ഭാഗം. അത് മാത്രമല്ല 3-ാം ഭാഗത്തിൻ്റെ ടൈറ്റിൽ നമ്മുടെ ദീപക് ദേവ് കൺഫേം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എമ്പുരാൻ സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്കൊരു കിഡിലൻ സോങ് അറിയാം നമുക്ക് എൻഡ് ക്രെഡിറ്റ് സീനിൽ. ആ ഒരു സോങ്ങിൽ നമുക്കറിയാം അസ്രയേൽ എന്നാണ് പറയുന്നത്. അസ്രയേൽ എന്നാണ് സിനിമയുടെ 3-ാം ഭാഗത്തിന് ടൈറ്റിൽ വരാൻ പോകുന്നത്, അസ്രയേൽ എന്ന്. എന്തായാലും ആ ഒരു സോങ്ങും ഉടൻ തന്നെ പുറത്ത് വിടട്ടെ. എൻഡ് ക്രെഡിറ്റ് സീനിൽ കൊടുത്ത ആ സോങ് അടിപൊളി സോങ് തന്നെയാണ് ദീപക് ദേവിൻ്റെ ആ ഒരു സോങ്, പറയാതെ വയ്യ. അത് മാത്രമല്ല സിനിമേൻ്റെ 3-ാം ഭാഗ ടൈറ്റിലും അതുപോലെ തന്നെ സിനിമേൻ്റെ അനൗൺസ്മെൻറ്റും ഉടൻ വരും. ഇതിനിടയിൽ തന്നെ ആയിട്ട് മറ്റൊരു കിഡിലൻ അപ്ഡേറ്റും തന്നിട്ടുണ്ട് എമ്പുരാൻ ടീം. എമ്പുരാൻ സിനിമയിൽ 2 കിഡിലൻ ക്യാരക്ടർ പോസ്റ്ററും നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ എമ്പുരാൻ സിനിമയിൽ പ്രണവ് മോഹൻലാലിൻ്റെ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് നമ്മുടെ ലാലേട്ടൻ്റെ ബോംബെ ലെവൽ ലുക്ക് ഹെയർ സ്റ്റൈലിൽ ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ക്ലൈമാക്സിൽ വന്ന്. അത് മാത്രമല്ല നമ്മുടെ എമ്പുരാൻ സിനിമയിൽ 3-ാം ഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വില്ലൻ്റെ ക്യാരക്ടർ പോസ്റ്ററും റിവീൽ ചെയ്തിരിക്കുകയാണ്. ട്രെയിലറിലും അതുപോലെ തന്നെ ടീസറിലും ഒക്കെ ആ ഫേസ് മറച്ചിരിക്കുന്ന ആ ഒരു ഹിഡൻ ഫേസിൻ്റെ ക്യാരക്ടർ പോസ്റ്ററും നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ റിക്യുവിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്തായാലും ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ നിലവിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടെയാണ് സിനിമേൻ്റെ
ക്യാരക്ടർ പോസ്റ്റർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചത്. കാത്തിരിക്കും നമുക്ക് എമ്പുരാൻ സിനിമയുടെ കൂടുതൽ സിനിമ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ. കൂടുതൽ എമ്പുരാൻ സിനിമകളുടെയും അതുപോലെ തന്നെ മറ്റ് സിനിമകളുടെയും അപ്ഡേറ്റ്സ് അറിയുവാനായിട്ട്.